അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ 182 അംഗ ഗുജറാത്ത് നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരമാണ് പല ജില്ലകളിലും നടക്കാനിരിക്കുന്നത്. AAPയും BJPയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഗുജറാത്തിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ജില്ല ബനസ്കന്തയാണ്. ബനസ്കന്തയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 2 സീറ്റുകൾ വരെ BJPയും 6 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കച്ചാണ്. കച്ച് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പോർബന്ദറാണ്. പോർബന്ദറിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഖേഡയാണ്. ഖേഡയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പട്ടാനാണ്. പട്ടാനിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആനന്ദാണ്. ആനന്ദിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പഞ്ചമഹലാണ്. പഞ്ചമഹലിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദാഹോദാണ്. ദാഹോദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മഹിസാഗറാണ്. മഹിസാഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗിർ സോമനാഥാണ്. ഗിർ സോമനാഥിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദേവ്ഭൂമി ദ്വാരകയാണ്. ദേവ്ഭൂമി ദ്വാരകയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബോട്ടാദാണ്. ബോട്ടാദിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജാംനഗറാണ്. ജാംനഗറിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AAPയും 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജുനാഗഡ് ആണ്. ജുനാഗഡിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭാവ്നഗറാണ്. ഭാവ്നഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 4 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സൂറത്താണ്. സൂറത്തിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AAPയും 10 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സുരേന്ദ്രനഗറാണ്. സുരേന്ദ്രനഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 4 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മോർബിയാണ്. മോർബിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നർമ്മദയാണ്. നർമ്മദ ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല താപ്പിയാണ്. താപ്പി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നവസാരിയാണ്. നവസാരിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വൽസാദാണ്. വൽസാദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഡാംഗാണ്. ഡാംഗിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJPയും
ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബറൂച്ചാണ്. ബറൂച്ച് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അഹമ്മദാബാദാണ്. അഹമ്മദാബാദ് ജില്ലയിൽ 21 സീറ്റുകളാണുള്ളത്. 21 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AAPയും 12 സീറ്റുകൾ വരെ BJPയും 6 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വഡോദരയാണ്. വഡോദരയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 6 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാജ്കോട്ടാണ്. രാജ്കോട്ടിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 1 സീറ്റ് AAPയും 5 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അമ്രേലിയാണ്. അമ്രേലിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സബർഗാന്തയാണ്. സബർഗാന്തയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അരാവലിയാണ്. അരാവലിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗാന്ധിനഗർ ആണ്. ഗാന്ധിനഗറിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഛോട്ടാ ഉദയ്പൂർ ആണ്. ഛോട്ടാ ഉദയ്പൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. ഗുജറാത്ത് നിയമസഭയിലെ 152 സീറ്റുകളിൽ AAP 20 സീറ്റുകൾ വരെയും BJP 99 സീറ്റുകൾ വരെയും കോൺഗ്രസ് 63 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.